ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു യാത്ര വന്നിരിക്കുകയാണ് കുട്ടനാട്ടിലേക്ക്. ഓക്കെ, കുട്ടനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന വാക്ക് ബ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഈ പച്ചപ്പ്, ആറ്, മനോഹാരിതയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ബ്യൂട്ടി അല്ല. എൻ്റെ പിന്നിൽ കാണുന്ന പണിതീരാത്ത പാലമില്ലേ, ഈ പാലത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും വളരെ വളരെ ദുരന്തമായൊരു കഥ പറയാനുണ്ട്, വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക്. നിങ്ങളിപ്പോൾ ഇൻട്രോ ആയിട്ടില്ലേ, പക്ഷെ നമ്മളിപ്പോൾ ഇൻട്രോയുടെ സ്ഥലത്തേക്ക് പോകുന്നതേ ഉള്ളൂ. പോകുന്ന വഴിയിൽ നിങ്ങൾ കുറച്ച് വിശ്വാസം കാണിച്ചില്ല. കാരണം ആ സ്ഥലത്തേക്ക് എത്താന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. കുറേ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് കുറച്ച് മൽപ്പിടുത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത്രയും മനോഹരമായ സ്ഥലത്തേക്ക് ഇത്രയും മോശപ്പെട്ട വഴിയിലൂടെ വരാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇവിടേക്ക് വരാൻ നല്ലൊരു വഴിയില്ല. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രാമത്തിന് സ്വന്തമായൊരു പാലമില്ല. വർഷങ്ങൾക്ക് മുന്നേ പണി തുടങ്ങിയെങ്കിലും ഇപ്പോഴും പണി അവസാനിക്കാതെ കിടക്കുന്ന ആ പാലം ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു ദുരിതമായി മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഈ പാലം എത്രത്തോളം ആവശ്യമുള്ളതാണെന്നുള്ളത് ഇവരിൽ നിന്നാണ് നമുക്ക് കേൾക്കാം. എങ്കിലും നമുക്ക് ഇവരുടെ യഥാർത്ഥ ഒരു സഫറിങ്സും പെയിനും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തിന് മുകളിലായിരുന്നു ഈ പാലം പണി പെൻഡിങ് ആയിട്ട് കിടപ്പുറങ്ങി. പാലത്തിന്റെ പണി പണി നിർത്തി വെച്ചിട്ട് ഏതാണ്ട് 5 വർഷത്തിന് മുകളിലായിട്ട് ഈ പാലത്തിന്റെ പണി നിർത്തി വെച്ചിട്ട്. ഇത് രമേശ് ചെന്നിത്തലയുടെ അന്ന് MLA ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് തുടങ്ങി വെച്ചിരുന്ന ഒരു പാലമായിരുന്നു. അങ്ങനെ പാലം പണി തുടങ്ങിയ 2 കോൺട്രാക്ടർമാർ വന്നിട്ട് അവർ തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ, കേസിൻ്റെ പേരിൽ നിന്നുപോയ ഒരു പാലമാണ്. കാര്യം നമ്മുടെ കാരമുട്ടിലേക്ക് നമുക്ക് വന്ന് കയറാൻ പറ്റുന്ന ഏക മാർഗ്ഗമായിരുന്നു. മറ്റൊരു നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന യാതൊരുവിധ ഒരു സാഹചര്യവും നമുക്കിന്ന് ഈ നാട്ടിലില്ല. ചെറിയ ചെറിയ വള്ളങ്ങളിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ പോകുന്നതൊക്കെ അതിനകത്തൂടാണ്. അപ്പോൾ അത് വലിയ അപകടമാണ്. ഇപ്പം നിങ്ങളിത് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന നദിയാണെങ്കിലും നമ്മൾ വെള്ളപ്പൊക്കത്തെ സമയത്ത്, അതായത് ഇപ്പം ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഇവിടെ വരികയും പിന്നെ അത് ആ ചെറു വള്ളത്തേൽ പോലുമാണ് കുഞ്ഞുങ്ങളെ അക്കരയിൽ വിടുന്നത്. ഈ പാലം വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകാനും അതുപോലെയുള്ള ഓരോരുത്തർക്ക് അസുഖം വന്നാലും നമുക്ക് അന്ന് അക്കരെ എത്തിക്കാനായിട്ടൊക്കെ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഇപ്പോൾ എന്തോ പ്രശ്നമെന്നുള്ള ആരുടെ കളിയാണെന്ന് പറയത്തില്ല, പാലം വന്നിട്ടുണ്ട് ഇതുവരെ. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ കുറച്ച് പ്രവാസികൾ കൂടി ചേർന്നിട്ട് നമ്മൾ സ്വരൂപിച്ച കുറച്ച് തുകയെന്നല്ല 13 ലക്ഷത്തിൽ പരം തുകയിൽ നിന്നും നമ്മൾ സ്വന്തമായിട്ട് ആക്കിയെടുത്ത ഒരു ജങ്കാർ സർവീസാണ് ഇപ്പോൾ ഈ നാടുമായിട്ട് നമ്മൾ മറുകരയായിട്ട് ബന്ധിപ്പിക്കുന്ന ഏക മാർഗ്ഗം. ഒരു സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. പക്ഷേ അത് രാവിലെ 6:15 മുതൽ വൈകിട്ട് 8 വരെ മാത്രമേ ഉള്ളൂ. അതായത് നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം രാത്രി 8 കൊണ്ട് തീരും. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഈ നാട്ടിൽ ഇനിയിപ്പോൾ ഈ 8:00 ശേഷം വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വിട്ടുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ജങ്കാറിലെ ഡ്രൈവറെ നമ്മൾ വിളിച്ചുണർത്തി നമ്മൾ അതിൻ്റെ ആരാണോ അതിൽ നിൽക്കുന്ന ജോലിക്കാരും അവരുടെ വീട്ടിൽ പോയി അവരെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് വന്നതിന് ശേഷം മാത്രമേ അവർ രോഗീനെ നമുക്ക് അക്കരെ കടത്താൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഈയിടെയും പറയുന്നിട്ട് പാലം പണിക്ക് പൈസയൊക്കെ ഓക്കെ ആയി പിന്നെ ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളും ആടെയൊക്കെ കളിയാണ് ഈ പാലം വരാത്തത്. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും കൂടെ ഇടപെട്ട് ഞങ്ങളുടെ പാലം റെഡിയാക്കി തരാം. അപ്പോൾ അതാണ് ഇവിടുത്തെ സാഹചര്യം. പിന്നെ ഏതൊരു വ്യക്തിയാണെങ്കിലും ജയിച്ചിട്ട് പോകുമ്പോൾ, അല്ലെ ജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ കയ്യും കൂപ്പി ചിരിച്ചുകൊണ്ട് വരുന്നതല്ലാതെ ഈ വോട്ട് ചോദിച്ച് വന്ന് ജയിച്ചു പോയി കഴിയുമ്പോൾ ഇവരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ അങ്ങോട്ട് കൈകൂപ്പിയാൽ പോലും നമുക്കൊരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയം പലതുമാകാം, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ആരുമാകാം. പക്ഷേ യാത്രാ സ്വാതന്ത്ര്യം അത് എല്ലാ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ പബ്ലിക്കിനും എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നടത്താനോ അല്ലെങ്കിൽ തടയാനോ അത് ആ ഒരു രീതിയിലേക്ക് പോകുന്ന രാഷ്ട്രീയ ഒരു എന്താ അതിനെ പറയുന്നത്, അത് നമ്മളിപ്പോൾ ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിലവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു തലത്തിൽ നിന്നൊക്കെ മാറി എങ്ങനെയെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, എങ്ങനെയാണേലും 2 കൂട്ടരും കൂടെ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഇതൊന്ന് പൂർത്തീകരിച്ച് തന്നു കഴിഞ്ഞു. ഇത് നെടുമുടി കരുവാറ്റ റോഡിന് ആനുപാതികമായിട്ടുള്ളൊരു പാലമാണ്. അതായത് തോട്ടപ്പള്ളി ഫിൽവേ വഴി നമ്മൾ ചുറ്റി നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും എളുപ്പം വഴിയമ്പലം വഴി ക്രോസ് ചെയ്തിട്ട് നേരെ കയറിയിട്ട് നമ്മൾ നെടുമുടി കരുവാറ്റ റോഡുമായിട്ട് ഏറ്റവും അധികം ബന്ധിപ്പിക്കാവുന്ന
ഏറ്റവും നല്ലൊരു റോഡാണ് ഇത്. ഈ പാലത്തിൻ്റെ സെൻട്രൽ പോർഷൻ മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്തിൻ്റെ കാരണത്തിലാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. എന്തു തന്നെയാണെങ്കിലും ഏതു തന്നെയാണെങ്കിലും ദുരിതം അത് നമ്മുടെ ഈ കരക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്തു. എൻ്റെ പിന്നിൽ കാണുന്നതോ ഈ ജങ്കാറാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്വാസം. ഇവിടുന്ന് അവർക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പോകാനും അവിടെ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാനും ആ ഒറ്റ ജങ്കാർ മാർഗം മാത്രമേ ഉള്ളൂ. ഈ ജങ്കാർ പോലും നിങ്ങൾ നേരത്തെ കേട്ട പോലെ ഇപ്പോൾ സർക്കാർ വക ഉണ്ടായതല്ല, ഇവിടുത്തെ ജനങ്ങൾ തന്നെ അവർ തന്നെ സ്വയം അവരുടെ പൈസയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ തത്തയെ കണ്ടു, ആ കൂട് കണ്ടു, പച്ചക്കുട്ടി കിടക്കുന്ന പച്ച തത്തയെ കണ്ടു. ആ കൂട്ടിലെ തത്തയെ പോലെയാണ് ഗൈസ് ഈ കരക്കാരുടെ ജീവിതം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മാറ്റർ അറിയുന്ന സമയത്ത് ഓക്കെ 4 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം, ഓക്കെ ഒന്ന് കണ്ടിരിക്കാം എന്നൊക്കെയുള്ള ആ ഒരു വൈബിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഇവിടുത്തെ ശരിക്കുള്ള ഇഷ്യൂ എനിക്ക് മനസ്സിലായത്. സപ്പോസ് നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു വയ്യാഴിക വന്നു, രാത്രി സമയമാണ്, നിങ്ങൾ എങ്ങനെ പോകും? ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലോ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല. ഇനി അതും വേണ്ട, നിങ്ങൾ രാത്രി എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങൾ വരാൻ ഇത്തിരി വൈകിപ്പോയി, നിങ്ങൾക്ക് 8 മണിക്ക് ശേഷം ഇവിടെ ഒരു തരത്തിലും ചെങ്ങാറൊന്നും ആക്സസിബിൾ അല്ല. അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 8 മണിക്ക് മുന്നേ നിങ്ങളിവിടെ തിരിച്ചെത്തുക എന്ന് പറഞ്ഞ ടാസ്ക്കൊക്കെ ഉണ്ട്. എന്തൊരു ബോറാണ്. ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ 6 മണിക്ക് വീട്ടിൽ കയറണം എന്നൊക്കെ പറഞ്ഞുള്ളൂ. നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ വീട്ടിൽ എത്തിയില്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ ഉള്ളൂ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടേത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വന്നപ്പോൾ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടായില്ലെങ്കിൽ, കാരണം ഒത്തിരി വർഷമായി ഇവരിതിനെ പിന്നാലെ നടക്കുന്നു. കാരണം വോട്ട് ചോദിക്കാനെന്നും പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരുവിധ റിസൾട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് എത്ര വർഷമായി നാട്ടുകാർ അത് വിരിച്ച് കാശ് ഉണ്ടാക്കി റോഡിന് സ്ഥലവും മേടിച്ച് ഇട്ടിരിക്കുക. ചെക്കക്കര നമ്മൾ സ്ഥലം മേടിച്ചോ, സ്ഥലം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് സ്ഥലം മേടിച്ചു കൊടുത്തോ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ രാഷ്ട്രീയക്കളിയൊക്കെ അല്ലേ ഇത് അല്ലേ? അതായത് ഇത്രയും നാട്ടുകാർ ഇത്രയും കിടക്കുന്ന ഒരു ദ്വീപ് ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു 10 പേരെ പിക്ക് ചെയ്തിട്ട് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 10 പേരും 10 കാര്യങ്ങളായിരിക്കുമല്ലേ പറയാം. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് 10 ഈ നാടുള്ള അത്രയും ജനങ്ങളെ കൂട്ടി നിർത്തുക. അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒറ്റ ആവശ്യമാണ്, ഈ പാലം ഇവർക്ക് നിർമ്മിച്ച് കിട്ടണം. ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഭാവി എന്തോന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയർ ചിലപ്പോൾ ഈ നാട് തന്നെ മാറ്റിമറിച്ചേക്കാം. സോ വെയിറ്റ് ചെയ്യാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഷെയർ ചെയ്യാം, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.